ആലോചിച്ചത് കാണുമ്പോൾ നല്ല കുട്ടിയാണെന്ന് തോന്നുക, പക്ഷേ പിന്നെ അതിന് കാത്തിരിച്ച അപ്പം ശരിയാണ്. 4 വരെ ടീച്ചറുടെ ഭാഗത്താണ് കുട്ടിയുള്ളത്. ടീച്ചർ കാണുന്ന കുട്ടി പിന്നെ പലതരത്തിലുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്ന ടീച്ചർ കാണുന്നു. ടീച്ചർ ഫസ്റ്റ് വാൺ ചെയ്യുമ്പോൾ ടീച്ചർക്ക് കിട്ടുന്ന ഒരു നെഗറ്റീവ് ഇംപ്രഷനാണ് അവിടെ കിട്ടുന്നത്. പിന്നെ ടീച്ചർ എന്ത് ചെയ്യുന്നു, ടീച്ചറുടെ കയ്യിലോട്ട് ആ കുട്ടി കടന്നു വരുന്ന സാഹചര്യങ്ങളൊക്കെ ഒരുപക്ഷെ ആ കുട്ടീനെ ഇൻഫ്ലുവൻസ് ചെയ്തത്. ഒരു കുട്ടി ടെററിസ്റ്റ് അല്ലെങ്കിൽ തെറ്റായ സ്വഭാവത്തിലേക്ക് കിടക്കുന്നുണ്ടെങ്കിൽ ടീച്ചർ മാത്രമാണ് ഉത്തരവാദി നമുക്ക് പറയാൻ പറ്റില്ല. ശ്രീകൃഷ്ണന്റെ മകനായി ജനിച്ചിട്ട് ഒരു സാഹനാണ് യാദവ് കുലത്തിലെ നാശത്തിൽ പറഞ്ഞത്. ക്രിസ്തുവിന് തെരഞ്ഞെടുക്കപ്പെട്ട അപ്പസ്തലനായിട്ടും യുവദാസിനെയാണ് പിശാച് കയറിയത്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല ഒരു ടീച്ചർ അല്ലെങ്കിൽ കൂടെയുള്ള ആളുടെ കൊണ്ട് മാത്രമായിരിക്കില്ല ആ കുട്ടിയെ അങ്ങനെ ആവുന്നത്. ആ കുട്ടീൻ്റെ ഒരു എന്താ പറയുക സാഹചര്യമായിട്ട് ആ കുട്ടീനെ അങ്ങനെ ആക്കുന്നത്. അല്ലാതെ ടീച്ചറിനെ മാത്രം പറയാൻ പറ്റില്ല. ടീച്ചറാണ് അതിനകത്ത് പ്രതിനിധി വന്നിരുന്നത്. അപ്പോൾ ടീച്ചറിന് മാനസികമായിട്ടുള്ള സിറ്റുവേഷൻ എന്താണ് അത് കുട്ടികളോട് കേൾക്കുന്ന ഒരു പ്രവണത നമ്മളിപ്പോൾ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ടീച്ചേഴ്സ് അപ്പോൾ പിള്ളേർക്ക് സ്കൂളിൽ പോകാൻ പേടിയാണ്. വയലൻസ് സംഭവങ്ങളൊക്കെ ടീച്ചേഴ്സിൻ്റെ ഭാഗത്ത് വരുമ്പോൾ പിള്ളേർക്ക് സ്കൂളിൽ പോകാൻ പേടി. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ കൂടെ ഇതിനകത്ത് വരുന്നുണ്ട്. എന്താ പറയുക, കുറേ വഴികളുണ്ട് നമുക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ. അതിന് നമുക്കൊരു ടീച്ചർ എന്ന് പറഞ്ഞൊരു ടേം നമ്മളവിടെ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളെപ്പോഴും ഒരു ടീച്ചറിനെ കാണുന്നതാണ് ഒരു റോൾ മോഡലായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ശരിക്കും നമ്മളെ ടീച്ചേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ ലൈഫിൽ കുറേ നമ്മൾ ഈ ഒരു